തട്ടേക്കാട് പുന്നേക്കാട് വനമേഖലയിൽ വീണ്ടും മാലിന്യ നിക്ഷേപം. മാലിന്യ നിക്ഷേപം തടഞ്ഞുകൊണ്ടുള്ള സൂചനാ ബോർഡിന് ചുവട്ടിലാണ് ഇത്തവണ മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റക്കാരെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്നും കർശന നടപടികൾ തുടർന്നുണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കീരമ്പാറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപം കുറച്ചൊന്നുമല്ല നാട്ടുകാരെ വലയ്ക്കുന്നത്. രാത്രിയുടെ മറവിൽ വലിയ വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മാലിന്യം റോഡിലും ജനവാസ മേഖലകളിലും മറ്റുമാണ് നിക്ഷേപിക്കുക. പനിയും പകർച്ചവ്യാധികളും നാടാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ കുറ്റകരമായ ഇത്തരം പ്രവൃത്തികൾ. ഇതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും ഹരിതകർമ്മസേനയും നാട്ടുകാരും ഉണർന്നു പ്രവർത്തിക്കുമ്പോഴും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മാലിന്യ നിക്ഷേപം തുടരുകയാണ് ചിലർ. ഇത്തവണ തട്ടേക്കാട് പുന്നേക്കാട് വനമേഖലയിലാണ് മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത്. മാലിന്യ നിക്ഷേപം തടഞ്ഞുകൊണ്ടുള്ള സൂചനാ ബോർഡിന് ചുവട്ടിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റക്കാരെ കുറിച്ച് സൂചന ലഭിച്ചുവെന്നും കർശന നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണമായിട്ടുള്ള പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പല ആളുകളും വഴിയരികിൽ കൂടെ മാലിന്യം തള്ളുന്ന ഒരു പ്രവണത ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പാലമറ്റം റൂട്ടിൽ മാലിന്യം തള്ളിയവർക്കെതിരെ 50,000 രൂപ പഞ്ചായത്ത് പിഴയടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ നിൽക്കുന്നത് തട്ടേക്കാട് റൂട്ടിലാണ്. ഇവിടെയും ഇപ്പോൾ നമുക്കറിയാം ഈ സൂചനാ ബോർഡ് വെച്ചതിന് താഴെ ആരോ കൊണ്ട് മാലിന്യം തള്ളിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സൂചന, അതിനകത്ത് നിന്നൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ തെളിവ് പ്രകാരം ഞങ്ങൾ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും. എന്തായാലും കടുത്ത ശിക്ഷ നടപടികളാണ് ഇപ്പോൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. കാരണം നമുക്ക് മാലിന്യം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രകൃതിക്കും ഒരു വിപത്താണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി വളരെ കൃത്യമായി മാലിന്യം സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ആരാണെങ്കിലും യാതൊരു ദാക്ഷിണ്യമില്ലാതെ കടുത്ത ശിക്ഷയ്ക്ക് അർഹരാകേണ്ടി വരും. 50,000 മുതൽ 1,00,000 രൂപ വരെ പിഴയാണ് ഞങ്ങൾ നിലവിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡന്റ് ബീന റോജോ, പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മീഡിയ 60 കോതമംഗലം.